മഹാനായ ഷെയ്ഖ് ദിമർദാഷ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. നിഹായത്തുൽ അമൽ എന്ന ഗ്രന്ഥം. മുഹറം മാസം അഥവാ മുഹറത്തിന്റെ ആദ്യത്തെ ദിവസം ഒരാള് ബിസ്മി കൊണ്ട് തുടങ്ങി 360 തവണ ആയത്തുൽ കുർസി ഓതിയാൽ, മുഹറം 1 ബിസ്മി കൊണ്ട് തുടങ്ങി 360 തവണ ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അതിനുശേഷം ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനിൽ അഹ്വാൽ ബി ഹൗലിക വഖുവ്വതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഈ ദുആ നടത്തുകയും ചെയ്യുക. ഇതോടുകൂടെ 360 തവണ ആയത്തുൽ കുർസി ഓതുക. ശേഷം ഞാൻ ഈ പറഞ്ഞ ദുആവും ചൊല്ലിയാൽ ആ വർഷം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല അവനക്ക് സംരക്ഷണം കൊടുക്കുന്നതാണ്. ഏതൊക്കെ പ്രതിസന്ധികളുണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹു വലിയ സംരക്ഷണം അവനക്ക് കൊടുക്കും എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ദിർമദാഷ് റളിയല്ലാഹു അൻഹു നിഹായത്തുൽ അമലിൽ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ കൻസുൻ നജാഹ് വസ്സുറൂർ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. ഒരാള് മുഹറം ആദ്യത്തെ ദിവസം 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരാൾ എഴുതി, ഒരു കടലാസിൽ എഴുതി, അത് മടക്കി വൃത്തിയായ ഒരു കടലാസിൽ എഴുതി അത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സൂക്ഷിച്ചു വെച്ച അതൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ടോ എങ്ങനെങ്കിലൊക്കായി അവന്റെ കീശയിലോ മറ്റെവിടെങ്കിലൊക്കെ വീട്ടിലോ എവിടെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഒരിക്കലും ഒരു പ്രയാസം, ഒരു വിഷമം, വെറുക്കപ്പെടുന്ന ഒരു കാര്യവും അവൻക്കോ അവന്റെ കുടുംബത്തിലോ ഉണ്ടാവുകയില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞത് ബിസ്മിയോടുകൂടെ 160 പ്രാവശ്യം ആയത്തുൽ കുർസിയും ശേഷം പറഞ്ഞ ദുആവും ചൊല്ലുക. പിന്നെ പറഞ്ഞത് 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു പേപ്പറിൽ നമ്മൾ എഴുതി അത് നമ്മൾ ചുമന്നാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചാൽ ഒരു പ്രയാസവും അവൻക്കോ അവന്റെ വീട്ടുകാർക്കോ ഉണ്ടാവുകയില്ല. എഴുതേണ്ടത് എങ്ങനെയാണ്? ഒറ്റക്ഷരമാക്കി. അറിയാലോ, ഈ പിഞ്ഞാണമൊക്കെ നമ്മൾ പ്രസവമുള്ള ഗർഭിണികൾക്ക് പിഞ്ഞാണം എഴുതുന്നത് പോലെ ഒറ്റ അക്ഷരമാക്കി ബാ, അലിഫ്, സീന്, മീമ് അങ്ങനെ ബിസ്മി എഴുതി അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയാൽ അത് ചുമക്കുകയും ചെയ്താൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാവുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും വേണമെന്ന്